ആലിയ ഭട്ടിനെയും രൺബീർ കപൂറിനെ കല്യാണം കഴിച്ച സമയത്ത് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ആലിയ മാനിഫെസ്റ്റ് ചെയ്താണ് രൺബീറിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരാളെ സ്വന്തമാക്കാനൊക്കെ പറ്റുമോ? മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ബട്ട് എനിത്തിങ് യു ക്യാൻ അച്ചീവ് ഇൻ യുവർ ലൈഫ്. ഈ മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെന്റലിസം ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ടാണ്. ഹിപ്നോസിസ് പ്യൂർലി തെറാപ്യൂട്ടിക്കാണ്. നോട്ടിസത്തിലൂടെ നമുക്ക് നെഗറ്റീവ് എനർജിയുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, നാട്ടിലല്ല. ഈ കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ പാട് വരാൻ തുടങ്ങും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പാട് വരും, പുറത്ത് മാന്തിയ പാട് വരും. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ കണ്ടിട്ട് പല സ്ഥലത്തും പോയിട്ടും പറ്റിയില്ല. അവസാനം എങ്ങനെയോ എൻ്റെ അടുത്ത് പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞ് മൂന്നാം സിറ്റിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയോടും കൂടെ വരാൻ പറഞ്ഞു. ഈ അമ്മയുടെ ശരീരത്തിലാണ് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് നേരെ കൊച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കൊച്ചിന് ഓടി വന്നു അമ്മയുടെ കണ്ണിൽ പിടിക്കും. കണ്ണ് കെട്ടിയിട്ടൊക്കെ ഇതെങ്ങനെ വന്നെന്ന് അമ്മ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും പേടിച്ചു പോയി. 1 മിനിറ്റ് നിങ്ങൾ ഫോണിൽ നോക്കിയിരുന്നു ഞാൻ യുവർ ഹിപ്നോട്ടൈസ്ഡ്. അതിനകത്ത് പറയുന്നത് എന്താണോ അത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർ അവെയർ ആവണം എന്നാണോ ഡോക്ടർ പറയുന്നത്? ഉറപ്പായിട്ട് അവെയർ ആയിരിക്കണം. കാരണം ദിസ് ഇസ് ഹിപ്നോട്ടൈസിങ്. സോ സൂര്യ, ഹൗ വാസ് ഇറ്റ്? എന്തായിരുന്നു സൂര്യയുടെ അനുഭവം? നല്ല അനുഭവമായിരുന്നു. കൈയൊക്കെ അനക്കാൻ പറ്റിയായിരുന്നോ? ഇപ്പൊ അന്നേരം അനക്കാൻ പറ്റിയായിരുന്നോ? ഇല്ല. കൈ അനക്കാൻ പറ്റില്ല, കണ്ണനക്കാൻ പറ്റില്ല. വിത്തിൻ സെക്കൻഡ്സ് ടൈം നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കമാൻഡ് കൊടുത്തിട്ട് നിങ്ങളുടെ കൈയും കാലും കണ്ണൊക്കെ അനക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെ എല്ലാ ദിവസവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങുമ്പോൾ 1 ഈസ് നമ്മൾ ഉറങ്ങുമ്പോൾ, 2ാമത് ഫോൺ ഉപയോഗിക്കുമ്പോൾ. 1 മിനിറ്റ് നിങ്ങൾ ഫോണിൽ നോക്കിയിരുന്നു ഞാൻ യുവർ ഹിപ്നോട്ടൈസ്ഡ്. അതിനകത്ത് പറയുന്നത് എന്താണോ അത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു മീഡിയ പറയുന്നില്ല, അവർ മണി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1 മിനിറ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ 1 മിനിറ്റ് ടൈം യുവർ ഹിപ്നോട്ടൈസ്ഡ്. എന്ത് വേണമെങ്കിലും ഉപബോധ മനസ്സിലേക്ക് ഇടാം. ഈ ഇത്ര സെക്കൻഡിനുള്ളിൽ എന്തുകൊണ്ടാണ് 1 മിനിറ്റ്? കാരണം 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഹിപ്നോട്ടൈസ്ഡ് ആയി. പിന്നെ ഉപബോധ മനസ്സിലേക്കായിരിക്കും നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർമ്മകളുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ സൂര്യയുടെ മനസ്സിലേക്ക് ഞാൻ ഇത്ര സെക്കൻഡിനുള്ളിൽ സൂര്യയോട് പറഞ്ഞു എണീക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, കണ്ണ് തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സൂര്യ പഠിച്ച പണി 18 നോക്കി, കൈ ഇട്ടിരുന്ന് പിടിക്കുന്നുണ്ടായിരുന്നു, നടന്നില്ല. അത്ര സെക്കൻഡിനുള്ളിൽ മനസ്സിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ സൂര്യ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർ അവെയർ ആവണം എന്നാണോ ഡോക്ടർ പറയുന്നത്? ഉറപ്പായിട്ട് അവെയർ ആയിരിക്കണം. കാരണം ദിസ് ഇസ് ഹിപ്നോട്ടൈസിങ്. എങ്ങനെ? നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്യണം, ഫസ്റ്റ് വൺ. 2ാമത്തെ ഡിസ്റ്റൻസിങ്. എപ്പോഴും നമ്മൾ ഫോൺ ഒരു ഫ്രീ സോൺ എന്ന രീതിയിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ടൈമർ വെച്ചിട്ട് 1 അവർ ടൈം ആണെങ്കിൽ 1 അവർ മാത്രമേ ഫോൺ ഉപയോഗിക്കുള്ളൂ. ടൈമർ ഫോണിൽ ഇട്ടാൽ മതി. അപ്പോൾ ടൈമർ കൃത്യം അടിക്കും. സ്റ്റോപ്പ് ചെയ്തേക്കുക, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം. ഇല്ലെങ്കിൽ യു ലൂസ് യുവർ ബ്രെയിനിൻ്റെ കോൺസെൻട്രേഷൻ പോകും. നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും അപ്പോൾ? ബ്രെയിൻ ഫോഗ് അടിക്കും, ഓർമ്മ നഷ്ടപ്പെടും. പതുക്കെ ന്യൂറോൺസ് ഡൈ ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാകും. ഒരു ദിവസം എത്ര മണിക്കൂറേ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. കൺസിസ്റ്റൻ്റ്ലി നമുക്ക് എത്രത്തോളം കുറച്ച് ഉപയോഗിക്കാവോ അത്രത്തോളം നല്ലതാണ്. ഫോണും ഈ സ്ക്രീൻസ് ഉള്ള എല്ലാം അങ്ങനെ തന്നെയാണോ? ഫോൺ, ലാപ്ടോപ്പ്? ഫോൺ അതെ, സ്ക്രീനുള്ള TV അതെ, ലാപ്ടോപ്സ് അതെ. ഈവൻ ഡ്രൈവിംഗ് ഓൾസോ ഈസ് ഹിപ്നോസിസ്. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നിന്നൊരു എറണാകുളം വരെ ഞാൻ അവിടെ നിന്ന് പോകുന്നെന്ന് വിചാരിച്ചു. ആ പോകുന്ന സമയത്ത് ഞാൻ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, ഹാൻഡ് ഫ്രീ ഫോണിൽ. ഇവിടെ വരെ വരുന്നവരെ അത് ഞാൻ സംസാരത്തിലായിരിക്കും എൻ്റെ ശ്രദ്ധ. ഞാൻ ഡ്രൈവ് ക്ലച്ച് മാറ്റി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് സിഗ്നൽ കണ്ട് നിർത്തി സൈഡ് കൊടുത്ത് ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യും. ഓട്ടോണമസ് നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഭവം. ദാറ്റ് ഈസ് ഹിപ്നോസിസ്. അതുകൊണ്ടാണ് റേഡിയോ പരസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാശുള്ളത്. ഇപ്പോൾ റേഡിയോയിൽ പരസ്യം വേണം, ആ പരസ്യം എന്ത് കാണുന്നു അത് നമ്മൾ കയറി മേടിക്കും. അതെ. ഈ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടേ ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു, ഈ തിരിച്ചു വരാത്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മൾ മയങ്ങിപ്പോയി ഉറങ്ങി. ചിലർ ഉറങ്ങിപ്പോ, ഉറങ്ങാൻ വിടാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. ഉറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവൻ പ്രോസസ്സ് ചെയ്യും. ദാറ്റ്സ് ഗുഡ്. നമ്മൾ ഈ വെയിറ്റ് കുറക്കാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയുന്നത് നമുക്ക് വെയിറ്റ് കുറക്കാൻ ഹിപ്നോട്ടിസത്തിലൂടെ സാധിക്കുന്നു. എങ്ങനെ? ഹിപ്നോട്ടിസത്തിലൂടെ അല്ല, ഹിപ്നോതെറാപ്പിക്ക് പറ്റും. അതായത് ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് നമ്മൾ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു ടെക്നീക്സ് ഉണ്ട്, ഫുഡ് കഴിക്കുന്ന സംഭവങ്ങൾക്ക് ചേഞ്ച്, ഇതെല്ലാം പറ്റും. അതായത് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വന്നൊരു ഒരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. 1 മാസം കൊണ്ട് 12 കിലോ വെയിറ്റ് കുറച്ചു.
ഡയറ്റ് ഒന്നും എടുക്കാതെ ഡയറ്റ് നോർമൽ ഡയറ്റ് ആ. ഒന്നുമില്ല. ആ. അതായത് വലിയ കാര്യമായിട്ട് ഭക്ഷണം ചെയ്തു. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, അത് കട്ടായിപ്പോയി. അതോടുകൂടി വെയിറ്റ് കുറഞ്ഞു. ആ. അങ്ങനെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിലും എവിടെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന ഒറ്റ വാക്കാണ് വണ്ണം. നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കും തോറും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് മൈൻഡ് എടുക്കുന്ന റിവേഴ്സ് കമാൻഡ് ആയിരിക്കും. നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം കുറയ്ക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി, വണ്ണം കുറയ്ക്കാം, വണ്ണം ഉണ്ടെന്ന് മനസ്സ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഹെൽത്തി ആവാൻ യുവർ ബോഡി ഈസ് ബിക്കമിങ് ലീൻ ഡേ ബൈ ഡേ, ബിക്കമിങ് പെർഫെക്റ്റ്ലി ഫിറ്റ്. ബോഡി ഫിറ്റ്മെന്റ് കറക്റ്റാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇമേജ് ആയിരിക്കും മനസ്സിൽ കൊടുക്കുക. അത് എക്സാമ്പിൾ സഹിതം ഒന്നല്ല, ഒരുപാട് എക്സാമ്പിൾസ് സഹിതം എനിക്ക് പറയാം. അപ്പം നമ്മൾ വണ്ണം കുറക്കാൻ നമ്മൾ പറയുകയും ചെയ്യരുത്. നമ്മളപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിരിക്കും. തിങ്ക് അബൌട്ട് ദ ഫിഗർ യു വാണ്ട്. അപ്പം നമ്മുടെ ശരീരം എങ്ങനെ ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഉള്ള സ്റ്റേജ് അല്ല, ഇനിയുള്ള സ്റ്റേജിനെ പറ്റി ഹിപ്നോസിസിൽ കൊടുക്കും. വണ്ണം എന്നുള്ളൊരു വേർഡ് ഇനി ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പറയുന്ന ആളുകൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പറയാൻ പാടില്ല, കടം പറയാൻ പാടില്ല. കടം കുറയെന്ന് പറഞ്ഞാൽ കടം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ആ വാക്ക് നെഗറ്റീവാണ്. അപ്പം എൻ്റെ കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ അതേ എടുക്കത്തുള്ളൂ. അപ്പൊ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ട് എന്ന് പറയണം. ഐ ആം റിച്ച്. റിച്ച് എന്ന് പറയുന്നതിനേക്കാൾ ഐ ആം വർത്തി, ഇത്ര എമൗണ്ടിന് വർത്തി. റിച്ച് പല ആളുകളുണ്ട്, അപ്പം മനസ്സൊരിക്കലും കമാൻഡ് എടുക്കില്ല. പല റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇത് ഏതെടുക്കാനാണ് മനസ്സ്? ഐ ആം വർത്തി. ഐ ആം വർത്തി, ഐ ആം റിച്ച് ഇനഫ് ടു ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് മണി. ഒരു മെഷർമെന്റ് കൃത്യമായിട്ട് കൊടുക്കണം, മെഷറബിൾ ആയിട്ട് മനസ്സിന് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഹിപ്നോസിൽ അങ്ങനെ കുറേ പ്രാക്ടീസ് ഉണ്ട്. മണി മാനേജ്മെന്റ് ഉണ്ട്, ബോഡി നമ്മുടെ ഫിസിക് മാനേജ്മെന്റ് ഉണ്ട്, ഹാബിറ്റ് റിവേഴ്സൽ ടെക്നിക്കുകളുണ്ട്. അതായത് ഇപ്പോൾ സ്മോക്കിംഗ് നിർത്താൻ പറ്റും, അങ്ങനെയുള്ള ഹാബിറ്റുകൾ നിർത്താനൊക്കെ പറ്റും. റിപ്പീറ്റ് ആയിട്ട് സ്മോക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്മോക്കിംഗ് സെസേഷൻ ടെക്നിക്കുകളുണ്ട്. ഈ നേരം ആലിയ ഭട്ടിനെയും രൺബീർ കപൂറിനെ കല്യാണം കഴിച്ച സമയത്ത് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ആലിയ മാനിഫെസ്റ്റ് ചെയ്താണ് രൺബീറിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരാൾ സ്വന്തമാക്കാനൊക്കെ പറ്റുമോ? മീഡിയയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സ്വന്തമാക്കുന്ന കാര്യം നിൽക്കട്ടെ, ബട്ട് എനിത്തിങ് യു ക്യാൻ അച്ചീവ് ഇൻ യുവർ ലൈഫ്. പോസിറ്റീവ്സ് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ്സ് കിട്ടും, പക്ഷേ അത് നെഗറ്റീവിൻ്റെ ഒപ്പം കുറേ പണികൾ കിട്ടുന്നുള്ളൂ. പോസിറ്റീവ്സ് എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. മനസ്സ് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ പറയുന്ന വാക്കുകളും എല്ലായിട്ടും കണക്റ്റഡ് അല്ലേ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ തോട്ട്സ് എല്ലായിട്ട് കണക്റ്റഡാണ്. അതായത് ക്ലേവ് ബെക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇയാൾ ചെയ്തെന്ന് വെച്ചാൽ, ഇയാൾ ഒരു ബോട്ടണിസ്റ്റാണ്, ബയോളജിസ്റ്റാണ്, റിസർച്ചറാണ്. യൂട്യൂബിലൊക്കെ അയാളുടെ ഇൻ്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി എന്ന് പറയുന്നത്, ഇയാൾ ഒരു ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോളിഗ്രാഫ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് ചെടിയുടെ ഇലകളിൽ ഫിക്സ് ചെയ്തിട്ട് ഇയാൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം കുറച്ച് തീ എടുത്തുകൊണ്ട് വന്ന് ചെടി കത്തിക്കാമെന്ന് വിചാരിച്ചു. ചിന്തിച്ചതേ ഉള്ളൂ. എടുത്തുകൊണ്ട് വന്നു, അവിടെ അടുത്ത് വന്നപ്പോഴേക്കും ലീഡ്സ് നോക്കി കഴിഞ്ഞപ്പോൾ ലീഡ്സിൽ മാറ്റം വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. ദാറ്റ് മീൻസ് ദി പ്ലാന്റ് ക്യാൻ സെൻസ് വാട്ട് നമ്മുടെ സെൻസ് എന്താണോ, നമ്മുടെ ഇമോഷൻസ് എന്താണോ സെൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള പ്ലാന്റ്സിന് നമ്മുടെ ഇമോഷൻ സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദിസ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ യൂണിവേഴ്സൽ എനർജിയാണല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ ഈ അസുഖമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അസുഖം ഉണ്ടാകുന്നതെന്ന് കറക്റ്റാണ്. അതാണ് നമ്മൾ അസുഖമാണെന്ന് പറയുമ്പോൾ അസുഖം ഉണ്ടാകും. പണ്ടൊരു കോമഡി ഉണ്ട്, കുഞ്ഞിക്കാലുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിക്കാല് മാത്രം ഉണ്ടായി, കൊച്ചുണ്ടായില്ല. എന്ത് കൊടുക്കുന്നോ അത് കിട്ടും. അപ്പം മാനിഫെസ്റ്റേഷൻ വർക്ക്സ് വിത്ത് ഹിപ്നോസിസ്. നോട്ടിസത്തിലൂടെ നമുക്ക് നെഗറ്റീവ് എനർജിയുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹിപ്നോസിസിലൊരു എക്സോർസിസം എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ്. നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ അത് എല്ലാവർക്കും അത് എല്ലാവരും ചെയ്യാനോ പറ്റത്തില്ല. അത് നമുക്ക് അങ്ങനെ ഇല്ല. അത് ചില കേസുകളിൽ മാത്രം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1% നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വന്നൊരു കുട്ടിയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, നാട്ടിലല്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ കൊച്ചിന് പീരീഡ്സ് ആയ സമയം തൊട്ട് വീട്ടിൽ സ്റ്റെപ്പിൽ നിന്ന സമയത്ത് പീരീഡ്സ് ആയിട്ട് ഇവരെന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊരു ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് നിന്ന സമയത്ത് ആരും ഒരു ചവിട്ടി തെറിച്ച് മുറ്റത്തേക്ക് പോകുന്ന പോലെ തോന്നി. അതായത് കൊച്ചു വീണു, തെറിച്ചു പോയി. ആരുമില്ല, അല്ല അതിന് തോന്നി, പക്ഷെ റീതി ആ കൊച്ചു തെറിച്ചു പോയി, വീണ്. അതിനുശേഷം ഈ കുട്ടി എവിടെ ചെന്നാലും ആ വീട്ടു പ്രശ്നമാണ്. ഈ കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ പാടുവരാൻ തുടങ്ങും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പാടുവരും, പുറത്ത് മാന്തിയ പാടുവരും.
അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ കണ്ടിട്ട് പല സ്ഥലത്തും പോയിട്ടും പറ്റിയില്ല. അവസാനം എങ്ങനെയോ എൻ്റെ അടുത്ത് പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ലാത്ത കേസുകളൊക്കെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹിപ്നോസിസ് ആണ്, അങ്ങനെ പോസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10 ദിവസം അവർ വന്നു, അത് അടുപ്പിച്ച് ചെയ്യേണ്ട വന്നു. അപ്പോൾ തെറപ്പി എല്ലാം ചെയ്ത് ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് കൊച്ചടിച്ച് താഴെ പോയി മറിഞ്ഞു വീണു, ബാക്കിലേക്ക് മറിഞ്ഞു വീണു. പിന്നെ അത് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പേര് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ചോദിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് തൊട്ട് ചരിത്രം പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ കഴുത്തിരുന്ന സ്റ്റാഫ് സ്റ്റെപ്പിലിരുന്ന സെറ്റിലിരുന്ന ആൾ മേളിൽ കയറി, കാരണം പേടിച്ച് പുള്ളി കയറി. ഞാൻ സ്ത്രീകളൊക്കെ ചെയ്യുമ്പോൾ പെൺകുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ ഇരുത്തിയിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞ് 3ാം സിറ്റിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അമ്മയോടും കൂടെ വരാൻ പറഞ്ഞു, കാരണം അമ്മയുടെ സൈഡിൽ ഇത് പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സെഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ഉണ്ട്, കണ്ണ് കെട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാഗമുള്ള പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അമ്മ ആ സൈഡിൽ തെറാപ്പി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്ക് ഈ സൈഡിൽ, അവൾ ഈ സൈഡിൽ കിടക്കുക, കാണാൻ പറ്റത്തില്ല, കേൾക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അമ്മയ്ക്ക് അവിടെ തെറാപ്പി ചെയ്യാൻ തുടങ്ങി. വിത്തിൻ സെക്കൻഡ്സ് അമ്മ വയലൻ്റ് ആകാൻ തുടങ്ങി, പല രീതിയിൽ സംസാരിക്കാൻ, റോബോട്ടിക് ടോൺ, ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങി, ഇമോഷണലി നമുക്ക് ഭയങ്കര പവർഫുൾ ആകാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ഓപ്പണായി അമ്മയുടെ ശരീരത്തിലാണ് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് നേരെ കൊച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കൊച്ചിന് ഓടി വന്നു അമ്മയുടെ കഴുത്തിൽ പിടിച്ചു. കണ്ണ് കെട്ടിയിട്ടൊക്കെ ഇത് എങ്ങനെ വന്നു അമ്മ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ടീമിനോട് എല്ലാവരും പേടിച്ചു പോയി. ആ കേസ് റിലീസ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം അത് വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്ന എനിക്ക് സ്റ്റാഫുണ്ട്. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ ടൈം ഛർദിയായിരുന്നു, വോമിറ്റിംഗ് സെൻസേഷൻ, അങ്ങനെ കുറേ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു, ആ സമയത്ത് ഇച്ചിരി ബ്ലീഡിങ് സ്പോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതാണ് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രസൻസ് വരാം. അത് 1% ഉള്ളൂ, ബാക്കി ആട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഫേക്കാണ്. അത് പെട്ടെന്ന് നമ്മളെല്ലാം അങ്ങനെ ആട്രിബ്യൂട്ട് ഷീസ് ഓക്കെ ആണ്. അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അത് റൂമിനകത്ത് കിടക്കുമ്പോൾ രാത്രി തന്നെ ഇരിക്കും, പുറത്ത് പാന്തിയ പാടൊക്കെ വരും. അപ്പൊ ഈ അമ്മയ്ക്കായിരുന്നു ശരിക്കും പ്രശ്നം ഉണ്ടായിരുന്നത്? അമ്മയ്ക്കായിരുന്നു. അത് റിലീസ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് അമ്മയുടെ മേത്ത് ലോക്ക് ചെയ്തിട്ടാണ് കുഞ്ഞിലേക്ക് അവർ പ്ലേസ് ചെയ്തിരുന്നത്. ഒരു കുടുംബം അവർ തന്നെ ചെയ്ത കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ് എനർജി ഒരാൾക്ക് വേറൊരാളിലേക്ക് വെച്ച് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ DSC സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഇതുപോലെ നെഗറ്റീവ് എനർജി ഒരു സ്പിരിറ്റിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. മകൻ മരിച്ചിട്ട് മകന്റെ ആത്മാവിനെ ദയിപ്പിക്കാതെ വെച്ചോണ്ടിരിക്കുക. അങ്ങനത്തെ ഇൻസിഡൻസിനൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഇൻസിഡൻസ് ആണ്, അതായത് സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാണ്. മനസ്സിലായോ? അത് റിയൽ ഇൻസിഡൻറ്റ് അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല, എനിക്ക് പടം കണ്ടൊന്നും ഫീൽ ചെയ്തില്ല, കാരണം ഞാനിത് ഓൾറെഡി ഡെയിലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കാണുന്നതിനൊക്കെ ചെറിയൊരു അംശം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ എന്നുള്ളൊരു കുറേ അനുഭവങ്ങളുണ്ട്, കുറേ ടൈപ്പ് ഓഫ് കേസുകളുണ്ട്. നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ റൂമിലേക്ക് കൊച്ചിനെ വന്ന് കയറുമ്പോൾ ലൈറ്റ് ഓഫ് ആവും, വീണ്ടും പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ഓൺ ആവും. അങ്ങനത്തെ കേസുകളുണ്ട്. നിലത്തുനിന്ന് പതുക്കെ പൊങ്ങും, ലെവിറ്റേഷൻ എന്നൊക്കെ പറയും, നിലത്ത് കിടന്ന് ഇങ്ങനെ വട്ടം പൊങ്ങാൻ തുടങ്ങും, കിടന്ന് കറങ്ങും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ശബ്ദം റോബോട്ടിക് ആവും. റോബോട്ടിക് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരാളുടെ ശബ്ദം വരാവുള്ളൂ, അതിൽ കൂടുതൽ പറ്റത്തില്ലല്ലോ. 3 പേരുടെ ടോണൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും? ഈ സിനിമകളിൽ കാണുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ശരിക്കും ഞെട്ടിപ്പോകും, ആൾക്കാർ വിശ്വസിക്കത്തില്ല ഇതിങ്ങനെയാണെന്നുള്ളത്. ഇത് മൈൻഡിൻ്റെ ഒരു ടെക്നിക്കുകളാണ്. ചില കാര്യങ്ങൾ ഇങ്ങനത്തെ അത് സിംറ്റംസ് ആണ്, അല്ലാത്ത കേസുകളൊക്കെ കിടന്ന് വയലൻ്റ് ആകുന്നത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി മൈൻഡാണ്. ഇപ്പൊ കൂടുതലായിട്ട് ഈ മെന്റലിസ്റ്റുകളെയും അവരുടെ സ്റ്റേജ് ഷോസ് ഒക്കെ കാണാറുണ്ട്. ഈ മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെന്റലിസവും ഹിപ്നോട്ടിസവും. മെന്റലിസം ഒരു എന്റർടൈൻമെന്റ് ആർട്ടാണ്. അത് മാജിക്, പണ്ട് മാജിക് ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് മെന്റലിസം കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ്, കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ടൊരു എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്, കൂടുതലും എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന. ഹിപ്നോസിസ് പ്യൂർലി തെറാപ്യൂട്ടിക്കാണ്. പക്ഷേ ഈ മെന്റലിസ്റ്റുകളെടുത്ത് നമ്മൾ ഈ മെന്റലിസ്റ്റുകൾ ഒരാളെ ബോധം കെടുത്തുന്നത് അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതും അവർ മനസ്സ് വായിക്കുന്നതും ഒക്കെ നമ്മൾ ഈ സ്റ്റേജ് ഷോസിൽ കാണാറുണ്ട്. മെന്റലിസ്റ്റുകൾ ഹിപ്നോസിസ് ഉപയോഗിക്കുന്നുണ്ട്, അത് ശരിയാണ്, ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് ശരിയാണോ ശരിക്കും? ഇപ്പൊ ഒരുപാട് മെന്റലിസ്റ്റുകൾ ഹിപ്നോസിന് ട്രെയിനിങ് വരെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ലീഗൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേജ് ഷോസിൽ ഒരിക്കലും ഹിപ്നോസിസ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള. പോസിറ്റീവ് കേസുകൾ എന്റർടൈൻമെന്റ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല, പക്ഷെ അത് ആ വ്യക്തിക്ക് ട്രോമ ഉണ്ടാക്കാത്ത രീതിയിലുള്ള സംഭവമായിരിക്കണം. പോസിറ്റീവ് വെള്ളം വീഞ്ഞാക്കി
ഓക്കെ ഫൈൻ, പോസിബിൾ ആണ്, നടക്കും. ഞാനൊക്കെ നമ്മളൊക്കെ ചെയ്യാറുള്ളല്ലേ. പിന്നെ ഇരുന്നെടുത്തപ്പോൾ സ്റ്റക്കാക്കി ഇപ്പോൾ സൂര്യനെ ചെയ്ത പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ഹാലോസേഷൻ ഇവിടെ ആരും ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ണ് തുറന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഓക്കെ, ദേ ബിലീവ് ഇറ്റ്. അങ്ങനത്തെ കുറേ രസകരമായ കാര്യങ്ങളൊക്കെ മെൻ്റലിസ്റ്റിലൂടെ ക്രിയേറ്റീവായിട്ട് ഹിപ്നോസിലൂടെ സ്റ്റേജ് ഹിപ്നോസിസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ഹിപ്നോട്ടൈസ് ചെയ്യാം. ഒരു 10-25 പേരെ ഒന്നിച്ച് എടുത്തിട്ട് ഒരു സ്നാപ്പിൽ എല്ലാവരും താഴെ മറിഞ്ഞ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊപ്പം നമ്മൾ അവർക്കൊരു പോസിറ്റീവ് ഹീലിംഗ് കൊടുത്തിട്ടാണ് ചെയ്യുക. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അതൊന്നും കുഴപ്പമൊന്നുള്ള കാര്യമില്ല. പക്ഷേ ഈ സ്ട്രീറ്റിൽ കാണുന്ന പരിപാടി റിയലി ഡേഞ്ചറസ് ആണ്. അത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു പേരോട് പറയാനുള്ളൂ കേട്ടോ. നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മനസ്സാണ്. അത് വെറുതെ ഒരു കാരണമില്ലാതെ ചില ട്രോമ എടുക്കുന്നതായിരിക്കും, ഷോ കിട്ടാൻ വേണ്ടിയെങ്കിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. ഡോണ്ട് ഡു ഇറ്റ്. ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പർക്കഷൻസ് ഉറപ്പായിട്ടും നിങ്ങളല്ല, ആ ചെയ്യപ്പെടുന്ന വ്യക്തി അനുഭവിക്കും. അത് ഉറപ്പാണ്. കാരണം എൻ്റെ അടുത്ത് ഈ പറയുന്ന തെറാപ്പി എടുത്ത് വന്ന ആളുകളുണ്ട്. അതായത് ഈ ഹാലൂസിനേഷൻസ് കിട്ടി വന്ന ആളുകൾ ഉറങ്ങാൻ പോലും പറ്റാതെ എത്ര പേര് തെറാപ്പി വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് ഒരിക്കലും നിങ്ങൾ ഒരു കാരണമില്ലാതെ ചെയ്യരുത് പ്ലീസ്. അത് മാത്രം റിക്വസ്റ്റ് ഉള്ളൂ. ജിനു ജെയിംസിന്റെ ഹിപ്നോതെറാപ്പി സെന്ററിൽ എന്തൊക്കെയാണ് നമ്മൾ ആളുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ റിഗ്രഷൻ എന്ന് പറയും. റിഗ്രഷൻ എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് റിഗ്രഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്. കൂടാതെ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. അതായത് കണ്ണ് കെട്ടിയിട്ട് 24 hours ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങൾ മുഴുവനും എലിവേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇതിനകത്ത് മ്യൂസിക് തെറാപ്പി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ തെറാപ്പി, അതായത് സിറ്റുവേഷനിൽ നമ്മൾ തെറാപ്പി സെൻറ്ററിൽ വരും. ട്രാൻസ് ഇൻ്റർനാഷണൽ എന്നാണ് പേര്. അപ്പോൾ അവിടെ വന്ന് തെറാപ്പി എടുക്കാം. അങ്ങനെ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ കാരണം, നമ്മുടെ ലൈഫിലെ പ്രോഗ്രസ്സിനുള്ള മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ പീപ്പിൾ കം ദേ. അത് കാലടി ഒക്കലാണ് സ്ഥലം. ഒന്നുകൂടെ നമുക്ക് ആ സ്ഥലത്തിന്റെ പേര് പറയാം. ഒക്കൽ. കാലടി ഒക്കൽ. ക്ലിനിക്കിന്റെ പേര് ട്രാൻസ് ഇന്റർനാഷണൽ. അപ്പോ ഹിപ്നോട്ടിസം ട്രൈ ചെയ്ത് ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് ആയാലും അതോടൊപ്പം വെയിറ്റ് മാനേജ്മെന്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ട്രോമാസ് ഒക്കെ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് പോന്നോളൂ.